നിയമസഭയും കടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലും എത്തി. വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇറങ്ങിയ വിവരം വ്യസനസമേതം ഡിവൈഎഫ്ഐ അറിയിക്കുകയാണ്. വസ്ത്രവ്യാപാരികൾ പുറത്തുവച്ചിരിക്കുന്ന പ്രതിമകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ പ്രതിമകൾ ഉണ്ടെങ്കിൽ എടുത്തുള്ളിൽ വെക്കണമെന്ന് വിനീതപൂർവ്വം അറിയിക്കുകയാണ്. ചുമ്മാതെ വന്നുപോയതല്ല, പാർട്ടി അണികളുടെ അകമ്പടിയോടെ നേതാക്കളുടെ കൺമുന്നിൽ. ഉത്തമ ബോധ്യത്തോടെ നടപടിയെടുത്തുവെന്ന് വി.ഡി. സതീശൻ ആവർത്തിക്കുമ്പോഴും ഊരുവിലക്കാനൊന്നും പറ്റില്ലെന്നും പരാതിയൊന്നും ഇല്ലെന്നുമാണ് രാഹുലിനെ കൊണ്ടു നടക്കുന്ന നേതാക്കളുടെ നിലപാട്. കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടം ഇല്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞിരിക്കും. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥമല്ല. ആ തീരുമാനം പാർട്ടി എടുത്ത തീരുമാനമാണ്. കോൺഗ്രസ് പാർട്ടി ആ തീരുമാനമെടുത്ത് UDF-ലെ ഘടകകക്ഷികളെ അറിയിച്ചു. ആരെങ്കിലും ഒരു വ്യക്തി എടുത്ത തീരുമാനമല്ല. മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനം. പാർട്ടി ഇന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കും. അത് ആ തീരുമാനം നിലനിൽക്കുന്നു. ആ നിലയ്ക്ക് ഒരു നിയമസഭാ സാമാജിക എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. പാർട്ടിയിൽ രാഹുൽ അനുകൂലികളും വിരുദ്ധരും എന്ന് രണ്ട് ചേരി രൂപപ്പെട്ടു കഴിഞ്ഞു. രാഹുലിനെതിരായ ആരോപണത്തിന്റെ മുന ഷാഫി പറമ്പിലിനെതിരെ കൂടി തിരിക്കാനാണ് CPM-ന്റെ നീക്കം. ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടം. ഈ കാര്യത്തിൽ പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുന്നു. ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. നിയമസഭയിൽ ഒരു ദിവസം വന്നുപോയ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ ഇന്നു വരും നാളെ വരും എന്ന പ്രചാരണത്തിനിടെയാണ് അപ്രതീക്ഷിതമായി എത്തിയത്. രാഹുലിന്റെ പാലക്കാട്ടെ യാത്രയിൽ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒപ്പം കൂടി. പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷനൊക്കെ വെറുതെ എന്ന മട്ടിൽ കോൺഗ്രസുകാരനായി തന്നെ മാങ്കൂട്ടത്തിലിനെ അണികൾ സ്വീകരിച്ചു. പാർട്ടി നടപടിയെടുത്ത് മാറ്റി നിർത്തിയ ആളോ ഇതെന്ന് സംശയം. സസ്പെൻഡ് ചെയ്തെന്ന് വെച്ച് ഊരുവിലക്കാൻ കഴിയില്ലെന്ന വികല ന്യായം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ നിന്ന്. എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല. തീരുമാനം നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല. നിങ്ങൾ അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ്, പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും. അദ്ദേഹം അവിടുത്തെ MLA അല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമന്റും ഞാൻ പറയുന്നില്ല. അത് MLA അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിക്കോട്ടെ, നമുക്ക് അതിന് തലയിടേണ്ട ആവശ്യമില്ല. നിയമസഭയിലേക്ക് അദ്ദേഹം വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെറുതെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല. പിന്നെ നിയോജകമണ്ഡലത്തിലെ MLA പോകരുതെന്നും പറയാൻ നിവൃത്തിയില്ല. അത് പോയിക്കോട്ടെ. APC പ്രസിഡന്റ് മിനിഞ്ഞാന്ന് വരെ പ്രതിപക്ഷ നേതാവ് നിങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മീറ്റിംഗിൽ പറഞ്ഞാണ്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാതെ വേറൊന്നും അറിയാം. പിന്നെ കണ്ടാതെ പറയുന്നതിൽ നിങ്ങൾ ഊരുവിളക്ക് പോലെ പറയുന്നത്. രാഹുലിന് ആരുടെയും സഹായം വേണ്ട. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അദ്ദേഹം അറിയാവുന്ന ധാരാളം വോട്ടർമാരും പ്രവർത്തകരുമാണ്. ഉത്തമ ബോധ്യത്തിലാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തതെന്ന് ആവർത്തിച്ചു പറയുന്ന വി.ഡി. സതീശനെ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുന്നത് പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണയോടെ. ഈ കാര്യത്തിൽ സംശയമില്ല. ഒരുമിച്ച് തീരുമാനമെടുത്ത് മാറ്റി നിർത്തിയിട്ടും മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കാൻ ഗ്രൂപ്പ് യോഗവും രഹസ്യ നീക്കങ്ങളും നടത്തി ഈ സംഘം ഉണ്ടാക്കുന്നത് ചില്ലറ പ്രതിസന്ധിയല്ല. മാങ്കൂട്ടത്തിലിനെതിരെ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് സതീശൻ കൃത്യമായ സൂചന നൽകിയിട്ടും പുല്ലുവില നൽകിയാണ് MLA ഓഫീസിൽ പോലും സ്വീകരണം നൽകിയത്. പരസ്യമായ മുദ്രാവാക്യം വിളികളും എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഉദ്ദേശിച്ചല്ല, നടപടിയെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തന്നെയാണ്. രാഹുലിനെ പാലക്കാട് എത്തിച്ചത് ഷാഫിയുടെ തന്ത്രമെന്ന ആരോപണം കോൺഗ്രസിൽ പോലും ഉള്ളത് ഉപയോഗപ്പെടുത്താനാണ് CPM-ന്റെ ശ്രമം. എന്നാൽ ഷാഫിയെയും രാഹുലിനെയും ചേർത്തുവെച്ചുള്ള CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടുമായി താരതമ്യപ്പെടുത്തി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. സതീശൻ ഷാഫിക്കായി നേരിട്ട് രംഗത്തെത്തി. ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞു പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഈ വ്യക്തിഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് അവർ വിലയിരുത്തിയിട്ട്, ജനങ്ങളും വിലയിരുത്തിട്ട് അവരും വിലയിരുത്തട്ടെ.
ഇതാണോ അവരുടെ പൊളിറ്റിക്സ്? ഇതാണോ അവരുടെ രാഷ്ട്രീയം? ഇതാണോ CPM 2026 കരുതി വെച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം? ഇതാണോ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ. അവിടെയും കോൺഗ്രസിന് തലവേദനയായി ആഭ്യന്തര വിഷയം. ഷാഫിയെ സംരക്ഷിച്ചവർക്ക് രാഹുലിനായി വാദിക്കാൻ കഴിഞ്ഞില്ലെന്ന് രാഹുൽ ഫാൻസ്. രാഹുലിനെതിരെ ഉത്തമ ബോധ്യത്തിലാണ് നടപടിയെടുത്തതെന്ന സതീശന്റെ ആവർത്തിച്ചുള്ള വിശദീകരണത്തെയാണ് മാങ്കൂട്ടത്തിൽ പോരാളികൾ തള്ളുന്നത്. ഇതിനെയൊക്കെ വലിയൊരു വൈഡർ ആംഗിളിൽ കാണണം. നിങ്ങൾ ആ കോൺഗ്രസ് ഇക്കാര്യത്തിലേക്ക് എടുത്തൊരു നിലപാട്, ആ പാർട്ടിയെ നിങ്ങൾ ആ അർത്ഥത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഇതിനൊക്കെ ചെറുതാക്കാൻ നോക്കരുത്. എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന വാർത്തകളാണത്. ഞാൻ ഒറ്റപ്പെടുമെന്നില്ല. ഞാൻ ഒരു തീരുമാനവും എന്റേതായി ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. മാങ്കൂട്ടത്തിനെതിരായ പോലീസ് അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തത് ഫാൻസുകാരെ പ്രചോദിപ്പിക്കുന്നു. സതീശിനെതിരെ പോരാടാനും ഇവർക്കിത് ഊർജമാകുന്നു. പോലീസിൽ വന്ന പരാതിയല്ല, പാർട്ടിക്ക് കിട്ടിയ പരാതിയിൽ നിന്നാണ് നടപടിയിലേക്ക് നയിച്ച ഉത്തമ ബോധ്യം രൂപപ്പെട്ടത്. അതിനാൽ അതിൽ തിരുത്തൽ വരുത്തുക എളുപ്പമല്ല. CPM-ഓ BJP-യോ ആണ് ആരോപണത്തിന് പിന്നിലെന്ന് പറഞ്ഞ് കൈ കഴുകാനും ആവില്ല. സസ്പെൻഷനിലായ നേതാവിനെ പാർട്ടി മാറ്റി നിർത്തുകയാണ് വേണ്ടത്. അതല്ലാതെ പാർട്ടിയിലെ പരിചിത മുഖങ്ങൾ തന്നെ അകമ്പടി സേവിക്കുമ്പോൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നില്ലെന്നോ പാർട്ടിയുടെ പിന്തുണയില്ലെന്നോ പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയും.